കേരളത്തിലെ വ്യാപാര കേന്ദ്രങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ ഏറ്റവും മുന്നിലുണ്ടാകും തിരുവനന്തപുരം ചാല മാർക്കറ്റ്. ഓണനാളിൽ എത്തുമ്പോൾ അത് ചാല മാർക്കറ്റിലെ വ്യാപാരം അത് ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തുകയും ചെയ്യും. നമുക്കിപ്പോൾ ചാല മാർക്കറ്റിൽ നിന്ന് ഹാൻസ് ജോൺ ചേരുകയാണ് ഇന്നത്തെ ഉത്രാടപ്പാച്ചലിന്റെ വിശേഷങ്ങളുമായി. ഹാൻസ്, ചാല മാർക്കറ്റിലെ കാഴ്ചകൾ എങ്ങനെയാണ്? ചാല മാർക്കറ്റ് ഓണത്തെ വരവേൽക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെയും ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും രാവിലെയും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ജനത്തിരക്കാണ്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഉത്രാട പാച്ചിലാണെന്ന് തന്നെ പറയാം. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പൂക്കൾ വാങ്ങാനും പച്ചക്കറികൾ വാങ്ങാനും മറ്റ് വസ്ത്രങ്ങൾ വാങ്ങാനും എല്ലാം വലിയ തിരക്കുകളാണ്. വഴിയിൽ കൂടെ പോകുന്ന എല്ലാവരെയും മാടി വിളിക്കുകയാണ് കച്ചവടക്കാരും. അങ്ങനെ തന്നെയാണ്. ചേട്ടാ, ഓണം ഇവിടെ വരെ ഓണം അടിപൊളിയല്ലേ? ഇപ്പം നാളെ ആകുമ്പോൾ വീട്ടിലെത്തും. എന്തോ അങ്ങനെ എത്തിയ പൂവും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി എത്തിയത്. എന്താണ് ഓണത്തിന് സ്പെഷ്യൽ? എന്താ ഓണത്തിൽ സ്പെഷ്യൽ ഇതാണ് വീട്ടിൽ പായസം അങ്ങനെയൊക്കെ ഉള്ള ഇതിന്റെ പായസം. ഇതാ പായസം ഇത് ബർമസലി. ബർമസലി? അതെ. ചേച്ചി വൈഫാണോ? ചേച്ചി ഓണം ഓണം അടിപൊളി. അടിപൊളിയാണ്. വില കുറവുണ്ട്. കുഴപ്പമില്ലാതെ പോകും. ഇവിടെ എല്ലാ സാധനവും കിട്ടുന്നുണ്ടോ? എല്ലാ സാധനം കിട്ടുന്നുണ്ട്. ഓണത്തിന് ബർമസലി പായസമാണ് സ്പെഷ്യൽ എന്നാ ചേട്ടൻ പറഞ്ഞു. അതെ അതെ. ബോളിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങള്. ബോളിയുണ്ട്? ബോളി വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ബോളിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര നിർബന്ധമായിട്ടും ബോളി ഉണ്ടാവുമെന്നാണ് ആൾക്കാർ പറയുന്നത്. ചേച്ചി, കച്ചവടം എങ്ങനെ പോകുന്നു? കച്ചവടം മഞ്ഞക്കൊടി മോശം. തമിഴ്നാട് ഇറക്കിയതിൽ നമ്മളെ കേരളത്തുകാർക്ക് ചിലവ് കുറവും. നമ്മളെ കേരളത്തിൽ നെയ്ത്തുകൾ കുറഞ്ഞ്. അപ്പൊ നമുക്ക് കേരളത്തിലുള്ള നെയ്ത്ത് ഇവിടെ നടക്കണം. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോരാ? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് പോരാ? പോരാ പോരാ. നമ്മളെ കേരളത്തിൽ നെയ്യണം. നമ്മളെ കേരളത്തിലുള്ളവർക്ക് തൊഴിലില്ലാതായി. ആളുകൾ മേടിക്കുന്നുണ്ടോ ഉള്ളത്? അല്ല, നമ്മളെ കേരളത്തിലുള്ളൊരു ചിലവുണ്ട്. പക്ഷെ തമിഴ്നാട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നെയ്ത്ത് നിർത്തുന്ന ആൾക്കാർ. നമ്മളെ കേരളത്തിലുള്ളവർ നെയ്ത്ത് നിർത്തുകയാണ്. നെയ്ത്ത് തിരിച്ചു കൊണ്ടുവരണമെന്നൊരു ആവശ്യം കൂടി ഈ സമയത്ത് ചേച്ചി ഉന്നയിക്കുന്നുണ്ട്. രുചിഷെ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിന് ക്വാളിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നായിട്ടൊക്കെയാണ് ഈ പൂക്കൾ വരുന്നത്. പൂക്കളുടെ ഈ കച്ചവടം വളരെ സജീവമായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഏറ്റവും അധികം ആളുകൾ വാങ്ങുന്നത് ഈ പൂക്കൾ തന്നെയാണ്. കാരണം പച്ചക്കറി ഒരു മാർക്കറ്റിന് സമീപത്തൊക്കെ തിരക്ക് ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ പൂക്കച്ചവടത്തിന് വലിയ ഡിമാൻഡ് അല്ലെങ്കിൽ വലിയ തിരക്കാണുള്ളത്. നമുക്ക് ഈ കടകളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ഈ കടക്കാരുടെ പക്കലുണ്ട്. ഈ പൂ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് മുല്ലപ്പൂ ആവട്ടെ, ജമന്തി ആവട്ടെ, മറ്റ് പുഷ്പങ്ങളാവട്ടെ എല്ലാം തന്നെ നാളെ ഓണത്തിന് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ, എവിടം വരെ ഓണം? ഹാപ്പി ഓണം. ഹാപ്പി ഓണം മാത്രമേ ഉള്ളൂ? ഇല്ല, കച്ചവടമല്ലേ, നല്ലോണം നടക്കുന്നു. നല്ലോണം പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എങ്ങനെ പൂക്കളൊക്കെ എങ്ങനെയാ? എല്ലാ പൂക്കളും നല്ലോണം പോകുന്നുണ്ട്. ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്, ആവശ്യമുണ്ട്. ഇനിയിപ്പോ വൈകിട്ടാകുമ്പോഴൊക്കെ എന്തായിരിക്കും? വൈകിട്ടാകുമ്പോൾ ഇതിനെക്കാട്ടി തിരക്കായിരിക്കും. ഓണം അടിച്ചു പൊളിക്കാൻ പൊളിക്കാം. ഉദീഷേ, ഇത് പറയുന്ന പോലെ തന്നെയാണ്. അദ്ദേഹം പൂക്കൾക്കൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. എല്ലാവരും പൂക്കൾ തേടി തന്നെയാണ് എത്തുന്നത്. കാരണം വൈകിട്ടോടെ എല്ലാവർക്കും അത്തപ്പൂക്കളുണ്ട്. അതായത് നമ്മുടെ കൂടെ കുറെ ചേച്ചിമാർ തരുന്നത്. എങ്ങനെ ഓണം ഇവിടെ എന്തോ അങ്ങനെ വാങ്ങിയോ? എന്താ നാളെ സ്പെഷ്യൽ? എന്താ പരിപാടി നാളെ? നാളെ അത്ത ഇടണം, ഓണം സദ്യ ഒരുക്കണം, അങ്ങനെയൊക്കെ തന്നെ. എന്താ സ്പെഷ്യൽ? പായസം സ്പെഷ്യൽ? ഉണ്ട്. ഏതാ നമ്മളോട് പറയില്ലേ? പാലട വെക്കുന്നുണ്ട്, സേമിയ വെക്കുന്നുണ്ട്. എല്ലാരും ഫാമിലി എല്ലാവരും ഉണ്ടോ? ഉണ്ടാവും. ബോളി ഉണ്ടോ? ബോളി വാങ്ങും. ഫോൺ വാങ്ങാനാണ്. നിങ്ങളെല്ലാം ഒരു കുടുംബത്തിൽ നിന്നാണോ? അമ്മേ, ഓണം എങ്ങനെയുണ്ട്? നടന്ന് ക്ഷീണിച്ചിട്ടൊന്നും ഇരുന്നതാണോ? നടന്ന് ക്ഷീണിച്ച് ഞാൻ ക്ഷീണിച്ച് പിള്ളേരൊക്കെ കൂടെ വന്നത് കൊണ്ടേ എന്നെ കൂടെ കൊണ്ടുവന്നു. നമ്മൾ വെളിയിലൊന്നും ഇതുപോലെ പോയിട്ടില്ലല്ലോ. മക്കളും കൊച്ചുമക്കളും ആയപ്പോൾ നമുക്കൊരു സന്തോഷം. എത്ര പേരുണ്ട് കൂടെ? കൊച്ചുമക്കളും മക്കളും? 5 മക്കളുണ്ട്. 5 മക്കൾ. അതിന്റെ ഒരു ചെറുകുട്ടിതാ ഇരിക്കണ. മൂന്നാമത്തെ തലമുറയാണ്. പൂക്കളൊക്കെ വാങ്ങി നാടൊക്കെ ഇരിക്കുന്നു. നാളെ അത്തപ്പൂക്കളിടും. നാളെ അത്തപ്പൂക്കളിടും. എന്നെ ഇട്ട് തുടങ്ങി. നാളെ മറ്റന്നാളെ എല്ലാം ഇടും. നാളെ ഇട്ടങ്ങ് തീരും. ഓണം തകർക്കോ? ഓണം പിന്നെ ഊഞ്ഞാലൊക്കെ ആടണ്ടേ? ഞങ്ങളൊക്കെ കാലത്ത് ഊഞ്ഞാലാടും. ഇപ്പൊ ഇവിടെ ഊഞ്ഞാല് കെട്ടും. ഊഞ്ഞാല് കെട്ട സ്ഥലമില്ല, മരങ്ങളില്ല. മരങ്ങള് എവിടെയൊക്കെ സംസാരിക്കും. എന്തായാലും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
രുചിശ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാണാം. അമ്മ പറഞ്ഞ പോലെ തന്നെ 4ാമത്തെ തലമുറയായിട്ട് കൂടെ ഓണം ആഘോഷിക്കുന്നു. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സമയം കൂടിയാണ് കടന്നു പോകുന്നത്. അതിപ്പോൾ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഓണം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ചേട്ടാ, ഓണാഘോഷമൊക്കെ ഇവിടം വരെ ഓണാഘോഷം അടിച്ചു പൊളിക്കുന്നു. തകർക്കണം. നാളെ എങ്ങനെ എന്തൊക്കെ പരിപാടി? നാളെ എനിക്ക് വീടിന്റെ പാലച്ചുണ്ട്, അതിന്റെ പരിപാടിയാണ് നിൽക്കുന്നത്. ഓണത്തിന് തന്നെയാണ് വീണ്ടും നാളെ അല്ല ചതയത്തിനൊന്നും. അപ്പൊ നാളെ പ്രത്യേകിച്ച് ശരി ഹാൻസ്, തിരുവനന്തപുരത്തെ കാഴ്ചകളാണ് കണ്ടത്. വളരെ ആവേശത്തോടെയാണ് ആളുകളൊക്കെ ഈ ഉത്രാടപ്പാച്ചിൽ അവസാനവട്ട ഒരുക്കങ്ങളിൽ ഉള്ളത്. കാരണം നാളെ തിരുവോണത്തിന് വലിയ പൂക്കളം ഒരുക്കാനും സദ്യ ഒരുക്കാനുമുള്ള ഓട്ടത്തിലാണ് മലയാളികളെല്ലാം.